എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നാം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 42 കുറച്ച് ചോദ്യങ്ങളുണ്ട്. അതൊന്ന് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ? അവയുടെ വോളിയമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വെക്കുക. ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 42. ഇതാണ് ഇതിന്റെ ചിത്രം. ഇതിന്റെ വോളിയം നമുക്ക് കണ്ടുപിടിക്കണം, വ്യാപ്തം നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഒരു ചതുരക്കട്ടയാണെങ്കിൽ അതിന്റെ വോളിയം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലേ? ഒരു ചതുരക്കട്ടയാണെങ്കിൽ നമുക്കറിയാം വോളിയം കണ്ടുപിടിക്കാൻ L/B/H അല്ലേ? അപ്പൊ അത് നമുക്കറിയാം. പക്ഷെ ഇതേ രൂപത്തിലുള്ള ഒന്നാണെങ്കിൽ ഇതിന്റെ വോളിയം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ അല്പം ബുദ്ധിമുട്ടായി തോന്നും അല്ലേ? നമുക്ക് ആകെ അറിയുന്നത് ചതുരക്കട്ടയുടെ വോളിയം കാണാൻ നമുക്കറിയാം, നീളവും വീതിയും ഉയരവും തന്നിട്ടുണ്ട്, നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം അല്ലേ? പക്ഷെ ഇതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? അപ്പൊ ഇവിടെ നാം എന്താണ് ചെയ്യേണ്ടത്? അതായത് ഒരു ചതുരക്കട്ടയുടെ, നമുക്കിപ്പോ നോക്കുമ്പോൾ അറിയാം ഒരു ചതുരക്കട്ടയുടെ രൂപത്തിലല്ല ഇത് കിടക്കുന്നത് അല്ലെ? അപ്പൊ ഇതിന്റെ വോളിയം എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഇവിടെ നാം എന്ത് ചെയ്യണം? നാം ഇവിടെ ഇതിനെ ഓരോ കഷ്ണങ്ങളായിട്ട് മുറിക്കുക, അതായത് ഓരോ ഭാഗങ്ങളാക്കുക. അങ്ങനെ ഭാഗങ്ങളാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റും? അത് ഓരോന്നും ഓരോ ചതുരക്കട്ടയുടെ രൂപത്തിലാവും. മനസ്സിലായല്ലോ? അപ്പൊ ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നും. പക്ഷേ ഇതിനെ നാം നമുക്ക് വേണ്ട രൂപത്തിൽ ഇങ്ങനെ കഷ്ണങ്ങളാക്കി കഴിഞ്ഞാൽ എന്ത് പറ്റും? നമുക്ക് ഓരോന്നും ഓരോ ചതുരക്കട്ടയുടെ രൂപത്തിലാവും. അപ്പൊ ഓരോന്നിന്റെയും നീളവും വീതിയും ഉയരവും നമുക്ക് അറിയാമെങ്കിൽ ഓരോന്നിന്റെയും വോളിയം നമ്മൾ കാണാം. അവസാനം എന്ത് ചെയ്താൽ മതി? എല്ലാതും കൂടി അങ്ങോട്ട് കൂട്ടാം. എല്ലാ വോളിയം തമ്മിൽ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഉത്തരായി. അല്ലാതെ ഒറ്റയടിക്ക് ഇതിന്റെ മൊത്തം വോളിയം കണ്ടുപിടിക്കാൻ പറയാൻ നമുക്ക് പറ്റില്ല അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഓരോന്നിനെയും ഓരോ കഷ്ണങ്ങളാക്കി 3ഓ 4ഓ നമുക്ക് പറ്റിയ രൂപത്തിലുള്ള, നമുക്ക് അത് കണ്ടുപിടിക്കാൻ എളുപ്പത്തിലുള്ള രൂപത്തിലുള്ള കഷ്ണങ്ങളാക്കിയിട്ട് അതിന്റെ വോളിയം നമുക്ക് കണ്ടുപിടിക്കാം. മനസ്സിലായല്ലോ? ഓക്കെ. അപ്പൊ ഈ ഫിഗർ ഒന്ന് നോക്കിയാൽ, അപ്പൊ ടെക്സ്റ്റ് ബുക്കുള്ള ഒരു ടെക്സ്റ്റ് ബുക്കൊക്കെ അടുത്ത് വെക്കുക. എന്നിട്ട് ഇതൊന്ന് നോക്കിയേ. നമുക്കിവിടെ നീളം അല്ലെ, ഇതിന്റെ മൊത്തം നീളം 20, ഇവിടെ 12, ഇതും 12 അല്ലെ. ഇതിന്റെ ഹൈറ്റ് നമുക്ക് തന്നിട്ടുണ്ട് 2 അല്ലെ. ഇതിന്റെ വീതി 4 സെന്റിമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് തന്നിട്ടുള്ളത്. ആദ്യം നമുക്ക് ഇതിനെ ഓരോ പീസുകളാക്കി മാറ്റാം. അപ്പൊ നമുക്ക് നോക്കിയാൽ ഇവിടെ നമുക്ക് അടിയിൽ നിന്ന് തുടങ്ങാം. ഇവിടെ നോക്കിയാൽ ഇങ്ങനെ ഒരു കാല് അല്ലെ, ഈ എന്ന ഷേപ്പാണ് ഇതുള്ളത്. ഇതിന്റെ ഈ കാല് ഇങ്ങോട്ട് തള്ളി നിൽക്കുന്നുണ്ട് അല്ലെ, ഈ കാല് അല്ലെ, ഈടെ. അപ്പൊ നോക്കിയാൽ ഇവിടെ മുതൽ ഇവിടം വരെയുള്ള നീളം 8 തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് നീളം അല്ലെ, ഇതിന്റെ വീതി 4, ഇതിന്റെ ഉയരം 2. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ ഈ കഷ്ണം ഇവിടെ വെച്ചുകൊണ്ട് മുറിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്ക് നല്ലൊരു കഷ്ണം കിട്ടി അല്ലെ. അതിന്റെ വോളിയം നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാലോ? അറിയാം അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഇവിടെ വെച്ച് ഇതിനങ്ങോട്ട് മുറിച്ചു. മനസ്സിലായല്ലോ? ഓക്കെ. അപ്പൊ ഇതൊരു കഷ്ണമാക്കി നമ്മൾ മാറ്റി. അപ്പൊ ഇതിന് നമുക്ക് ഒന്നാമത്തെ കഷ്ണം നമുക്കിത് ഫസ്റ്റ് ഒന്നാമത്തെ പീസ്. അപ്പൊ ഈ ഇത്രയും ഭാഗമാണ് ഒന്നാമത്തെ കഷ്ണം. മനസ്സിലായല്ലോ? ഈ ഒരു കഷ്ണം നമ്മൾ ഒന്നാമത്തെ പീസ്. അപ്പൊ ഇതിന്റെ വോളിയം നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാലോ? അപ്പൊ നമുക്ക് എഴുതാം വോളിയം അത് വ്യാപ്തം ഓഫ് ഫസ്റ്റ് ബ്ലോക്ക് അല്ലെ. ഇത് ഈ ഒരു ബ്ലോക്ക് ആക്കി നമ്മൾ. അപ്പൊ നമുക്കറിയാം ഫസ്റ്റ് ബ്ലോക്ക്. അപ്പൊ ആദ്യത്തെ ഈ കട്ടയുടെ വോളിയം എങ്ങനെ കാണാം? വോളിയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം L/B/H ആണ് അല്ലെ. വോളിയത്തിന്റെ ഇക്വേഷനിൽ ഒരു മാറ്റമില്ല, L/B/H. ഇവിടെ L എത്രയാണ്? ഇവിടെ മുതൽ ഇവിടം വരെയുള്ള നീളം 8, ഇതിന്റെ വീതി എത്രയാണ്? 4. കണ്ടില്ലേ? ഉയരം 2 അല്ലെ. അപ്പൊ നമുക്ക് 8 × 4 × 2 സീക്വൽ ടു എത്ര വരും? 4 × 2 8 അല്ലെ. 4 × 2 8, 8 × 8 64 അല്ലെ. അപ്പൊ 64 ക്യൂബിക് സെന്റിമീറ്റർ ആണ് ആദ്യത്തെ കട്ടയുടെ വോളിയം. അപ്പൊ അതൊക്കെയാണല്ലോ. ഇനി നമുക്ക് നോക്കിയാൽ ഇനി അടുത്ത മോളിക്ക് പോയേ. ഇവിടെ ഇതിന്റെ ഈ നീളം നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ 4, ഇതിന്റെ വീതി നമുക്ക് തന്നിട്ടുണ്ട് 4. ഇതിന്റെ ഹൈറ്റ് എത്രയാണ്? ഹൈറ്റ് ഒക്കെ ഒരേ ഹൈറ്റ് ആണ് അല്ലെ. അപ്പൊ ഇവിടെ 2 ആണെങ്കിൽ ഇതും 2 തന്നെ ആയിരിക്കും അല്ലെ. അപ്പൊ ഹൈറ്റ് എന്നറിയാം, നീളം അറിയാം, വീതി അറിയാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നേരത്തെ നമ്മോട് ചെയ്ത പോലെ ഇതേ നീളത്തിൽ തന്നെ ഇതിനങ്ങോട്ട് കട്ട് ചെയ്യാം. അപ്പൊ ഇങ്ങനെ നമ്മളൊന്ന് കട്ട് ചെയ്തു. അപ്പൊ ഇവിടെ നമുക്കൊരു കഷ്ണം കിട്ടി അല്ലെ. അപ്പൊ നമുക്ക് എഴുതാം വോളിയം ഓഫ്, അതായത് വ്യാപ്തം ഓഫ് ഫസ്റ്റ്. ഇതിന് നമുക്ക് എന്തെന്ന് കൊടുക്കാം? ഇത് ഒന്നാമത്തെ കൊടുത്തു. അപ്പൊ നമുക്ക് ഇതിനെ രണ്ടാമത്തെ ബ്ലോക്ക്. ഓക്കെ, ഈ കഷ്ണം മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് വോളിയം ഓഫ് സെക്കൻഡ് ബ്ലോക്ക്, അതായത് രണ്ടാമത്തെ കട്ടയുടെ വ്യാപ്തം എന്ത് വരും? നീളം അറിയാം, വീതി അറിയാം, ഹൈറ്റ് അറിയാം അല്ലെ. അതായത് 4 × 4 × 2. 4 × 2 എത്രയാണ്? 8 അല്ലെ. 8 × 4 32.
അപ്പോൾ 32 ക്യൂബിക് സെൻറ്റിമീറ്റർ. അപ്പോൾ അതൊക്കെയാണല്ലോ. ഓക്കെ, ഇനി നമുക്ക് അതേപോലെ നോക്കിയേ, ഈ മുകളിൽ നോക്കിയേ. മുകളിൽ ഈ മൊത്തം നീളം 12 അല്ലേ, ഈ നീളം 12, പക്ഷെ ഇവിടെ നിന്ന് ഇവിടെ മുതലുള്ള 8 അല്ലേ. അപ്പൊ 8 നമുക്കറിയാം. ഇതിന്റെ വീതിയൊക്കെ 4 അല്ലേ. അപ്പൊ ഇവിടെ വീതി 4 തന്നെ. ഹൈറ്റോ, ഹൈറ്റ് 2 തന്നെ അല്ലേ. അപ്പൊ ഹൈറ്റ് 2. അപ്പൊ നമുക്ക് നീളം കിട്ടി, വീതി കിട്ടി, ഉയരം കിട്ടി അല്ലേ. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് അങ്ങോട്ട് കട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് നീളം കിട്ടിയാലോ. അപ്പൊ നമുക്ക് ഇത് എന്ത് കൊടുക്കാം, 1 2 3. ഇത് നമ്മുടെ മൂന്നാമത്തെ ബ്ലോക്ക്. അപ്പൊ നമുക്ക് എഴുതാം വോളിയം ഓഫ് തേർഡ് ബ്ലോക്ക്, മൂന്നാമത്തെ കട്ടയുടെ വ്യാപ്തം അല്ലെ. എന്ത് കിട്ടും, നീളം എത്രയാണ്? നീളം ഇത് എഴുതിയിട്ട് 12 എന്ന് വെച്ചാൽ ഇവിടെ മുതൽ ഇവിടം വരെയാണ്. അതല്ല, ഇതാണ് ഇതിന്റെ നീളം അല്ലെ. അപ്പൊ 8 ഇൻറ്റു വീതി 4 ഇൻറ്റു ഹൈറ്റ് 2 അല്ലെ. അപ്പൊ 4 ഇൻറ്റു 2 8, 8 ഇൻറ്റു 8 64 ക്യൂബിക് സെന്റിമീറ്റർ. അതായത് ഇത് ഈ കട്ടയുടെ അതേ വോളിയം തന്നെയാണ് ഈ കട്ടയ്ക്കും അല്ലെ, ഒരേ അളവ് തന്നെയാണ്. ഓക്കെ, ഇനി എന്താണ് ബാക്കിയുള്ളതെന്ന് നോക്കിയാൽ. ബാക്കി നമുക്കുള്ളത് ഇങ്ങനത്തെ ഇതിന്റെ കൈയും കാലൊക്കെ നമ്മൾ മുറിച്ച് കളഞ്ഞു അല്ലെ. അപ്പൊ കൈയും കാലൊക്കെ മുറിച്ച് പോയപ്പോൾ ബാക്കി എന്താ ഉള്ളത്, അതിന്റെ ബോഡി മാത്രം നീളത്തിൽ എങ്ങനെ ഒരാൾ കിടക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അതിന്റെ വോളിയം കൂടി നമുക്ക് കണ്ടൂടെ. അപ്പൊ നമുക്ക് 1 2 3 എന്ന് കൊടുത്തു. അപ്പൊ ഇതിന് നമുക്ക് 4ാമത്തെ ബ്ലോക്ക്. അപ്പൊ നമുക്ക് എഴുതാം വോളിയം ഓഫ് 4th ബ്ലോക്ക്, 4ാമത്തെ ബ്ലോക്ക്. അപ്പൊ എന്ത് വരും, ഇതിന്റെ നീളം നോക്കിയാൽ മൊത്തത്തിൽ 20 അല്ലെ. 20 ഈ ഒരു ബ്ലോക്കിന്റെ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പൊ 20 നീളം 20 ഇൻറ്റു ഇതിന്റെ വീതി എത്രയാണ്, വീതി നമുക്ക് നോക്കിയാൽ ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് 12, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 8, ബാക്കി 4 അല്ലെ. അപ്പൊ ഇതിന്റെ വീതി എല്ലായിടത്തും ഒരു സെയിം തന്നെയാണ്, 4 സെന്റിമീറ്റർ അല്ലെ. അപ്പൊ 20 ഇൻറ്റു 4 ഇൻറ്റു ഹൈറ്റ് എല്ലായിടത്തും ഒരേ ഹൈറ്റ് തന്നെയാണ് അല്ലെ, 2 സെന്റിമീറ്റർ. അപ്പൊ 2. അപ്പൊ 20 ഇൻറ്റു 4 ഇൻറ്റു ഹൈറ്റ് 2 കണ്ടില്ലേ. അപ്പൊ നമുക്ക് എത്ര വരും, 4 ഇൻറ്റു 2 8 അല്ലെ. 8 ഇൻറ്റു 2 എത്രയാണ്, 16. പിന്നെ ഒരു 0 ഉണ്ട്. അപ്പൊ 160. അപ്പൊ 160 ക്യൂബിക് സെന്റിമീറ്റർ. ഇനി നമുക്ക് ഇതിന്റെ മൊത്തം വോളിയം കിട്ടാൻ എന്ത് ചെയ്താൽ മതി, എല്ലാതും കൂടി ഇങ്ങോട്ട് കൂട്ടാം അല്ലെ. അപ്പൊ ടോട്ടൽ വോളിയം, ആകെ വ്യാപ്തം സീക്രട്ട് ഒന്ന് കൂട്ടി നോക്കിയാൽ 4 2 6 6 4 10 അല്ലെ. 10ന് 0, ബാക്കി 1 1 6 7 3 10 16 6 22 2, ബാക്കി 2 1 3. എത്ര നമുക്ക് കിട്ടി, 320 ക്യൂബിക് സെന്റിമീറ്റർ. അപ്പൊ ഇതേ രൂപത്തിലാണ് നാം ഓരോ കഷ്ണങ്ങളെ വോളിയം കണ്ടിട്ട് എല്ലാതും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇതിന്റെ മൊത്തം വോളിയം കിട്ടും. മനസ്സിലായല്ലോ. ഇനി നമുക്ക് രണ്ടാമത്തേതൊന്ന് ചെയ്ത് നോക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഫിഗർ അല്ലെ, രണ്ടാമത്തെ ചിത്രം ഇതാണ്. ഇതിന്റെ വോളിയം നമ്മൾ കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്കറിയാം ഇത് ഒറ്റയടിക്ക് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, കഴിഞ്ഞ ചോദ്യത്തിൽ നമ്മൾ എന്ത് ചെയ്തു, ഇതിനെ ഓരോ കഷ്ണങ്ങളാക്കി മാറ്റി അല്ലെ, ഓരോ പീസാക്കി മാറ്റിയിട്ട് നമുക്ക് അതിന്റെ വോളിയം കണ്ടുപിടിക്കാവുന്ന രൂപത്തിലാക്കി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഓരോ കഷ്ണത്തിന്റെയും വോളിയം തമ്മിൽ കൂട്ടിയപ്പോൾ നമുക്ക് മൊത്തം വോളിയം കിട്ടി അല്ലെ. അപ്പൊ അതേ രൂപത്തിൽ നമുക്ക് ഇതെന്ത് ചെയ്യാം, ഇതിനെയും നമുക്ക് അതേപോലെ മുറിക്കാം അല്ലെ. അപ്പൊ എങ്ങനെ മുറിക്കേണ്ടത് നോക്കിയേ. നമുക്ക് ഈ നീളം തന്നിട്ടുണ്ട് 16 അല്ലെ. 16 ഇത് നീളം, ഇത് വീതി, ഇതിന്റെ ഹൈറ്റ് 3 അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കിയേ, ഇവിടെ നിങ്ങളുടെ ഒരു മുറി കൊടുക്കുകയാണെങ്കിൽ ഇത് നമുക്കൊരു നല്ലൊരു പീസ് കിട്ടി അല്ലെ. നല്ല അലുവ പീസ് പോലത്തെ ഒരു പീസ് നമുക്ക് കിട്ടി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ഇതിന്റെ വോളിയം നമുക്ക് കാണാം അല്ലെ. അപ്പൊ നമുക്കൊരു പണി ചെയ്യാം, ഈ കഷ്ണം നമുക്ക് 1ാമത്തെ പീസ്, ഇതാണ് നമ്മുടെ 1ാമത്തെ നമ്പർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് വോളിയം ഓഫ് ബ്ലോക്ക് 1, അതായത് 1ാമത്തെ ബ്ലോക്കിന്റെ 1ാമത്തെ കഷ്ണത്തിന്റെ വോളിയം വ്യാപ്തം ഇസ് ഈക്വൽ ടു എന്ത് വരും, നമുക്കറിയാം നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരം അല്ലേ. നീളം എന്ന് അറിയാലോ 16 ഈക്വൽ ടു 16 ഇൻറ്റു വീതി 4, 4 ഇൻറ്റു ഹൈറ്റ് 3. അപ്പോൾ 16 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 64 അല്ലേ. അപ്പൊ 64, അപ്പൊ വേഗം ഗുണിച്ചു നോക്കാം. 64 ഇൻറ്റു 3 എത്ര വരും, 6 3 18 19 അല്ലേ, 192 വരും. ഫിസിക്കൽ ടു 198 ക്യൂബിക് സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് ഇതിന്റെ വോളിയം നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഇതേപോലെ തന്നെയാണ് ഒരു കഷ്ണം ഇവിടെ ഉള്ളത് അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അതിനെയും നമുക്ക് ഇതേപോലെ അങ്ങോട്ട് മുറിച്ചു കൊടുക്കാം. ഇതിന് നമുക്ക് രണ്ടാമത്തെ ബ്ലോക്ക്, രണ്ടാമത്തെ കട്ട. അങ്ങനെയാണെങ്കിൽ അതിന്റെ വോളിയം എന്ത് വരും, നീളം അല്ലെ. നീളം ഇത് സെയിം തന്നെയാണ് അല്ലെ.
അപ്പോൾ ഇവിടെയും 16 തന്നെ ആയിരിക്കും. വീതിയോ ഈ വീതി തന്നെ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക അല്ലേ. അപ്പോൾ വീതി നമുക്ക് 4 കിട്ടി. ഹൈറ്റോ ഈ ഹൈറ്റ് തന്നെ ആയിരിക്കും ഇവിടെ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഹൈറ്റ് നമുക്ക് 3 കിട്ടി. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? വോളിയം ഓഫ് സെക്കൻഡ് ബ്ലോക്ക് അല്ലെങ്കിൽ ബ്ലോക്ക് 2 രണ്ടാമത്തെ ബ്ലോക്ക് ഇതിന്റെ വോളിയം എന്ത് വരും? നമുക്കറിയാം നീളം ഇൻറ്റു വീതി ഇൻറ്റു ഹൈറ്റ് അല്ലേ. ഇവിടെ നീളവും വീതിയും ഹൈറ്റ് ഇതേപോലെ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് 16 ഇൻറ്റു 4 ഇൻറ്റു 3 അല്ലേ, സെയിം തന്നെ. അപ്പോൾ നമുക്ക് 192 ക്യൂബിക് സെൻറ്റിമീറ്റർ. ഇനി ഏതാണ് ബാക്കിയുള്ളതെന്ന് നോക്കിയേ. ഈ 2 കാലും പോയില്ല, ഈ നടുവിലൊരു കഷ്ണം ഇവിടെ കിടക്കുന്നുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്കതിന് 3 കൊടുത്തു. ആ ബ്ലോക്കിൽ നമ്മൾ 3 നമ്പർ ഇട്ടു. അങ്ങനെയാണെങ്കിൽ വോളിയം ഓഫ് ബ്ലോക്ക് 3, അതായത് മൂന്നാമത്തെ കട്ടയുടെ വ്യാപ്തം. മൂന്നാമത്തെ കട്ടയുടെ വ്യാപ്തത്തിൽ വരും. ഇവിടെ നമുക്ക് നീളം അല്ലേ, നീളം നമുക്ക് നോക്കി 4 സെന്റിമീറ്റർ തന്നിട്ടുണ്ട് അല്ലേ. ഇനി ഓക്കെ, ഇനി ഇതിന്റെ വീതി നമുക്ക് കിട്ടണം അല്ലേ. വീതി നമുക്ക് ഇവിടെ തന്നിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യും നമ്മൾ? ഈ വീതി ഇത് നമുക്ക് കിട്ടണം. എത്രയായിരിക്കും ഇതുണ്ടായിരിക്കുക? നമുക്ക് നോക്കിയാൽ ഇതിന്റെ മൊത്തം നീളം നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ് മൊത്തം നീളം? 16 അല്ലേ. മൊത്തം നീളം നമുക്ക് 16 ആണ്. അതില് ഇത്രയും ഭാഗം കണ്ട, ഇത്രയും ഭാഗം എത്രയാണ്? 6 സെന്റിമീറ്റർ അല്ലേ. അപ്പൊ ഇവിടെ നിങ്ങട് 6, ഇവിടെ നിങ്ങട് 6. അപ്പൊ 6ഉം 6ഉം 12. അപ്പൊ 16ൽ നിന്ന് ഈ 12 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ വീതി കിട്ടിയില്ലേ? കിട്ടും അല്ലേ. അപ്പൊ ഇവിടെ 6 ആണെങ്കിൽ ഇത് 6. നമുക്കറിയാം ഇവിടെ 6 തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ 16, ഈ 2 കഷ്ണവും 6ഉം 6ഉം. അപ്പൊ 16ൽ നിന്ന് 12 കുറച്ച് നമുക്ക് ഈ നീളം കിട്ടും അല്ലെ. അതായത് 16 മൈനസ് 6 പ്ലസ് 6, 2 6ഉം കൂടി കൂട്ടണം അല്ലെ. ഈക്വൽ ടു എന്ത് വരും? 16 മൈനസ് 12 ഈക്വൽ ടു 4. അപ്പൊ ഇതിന്റെ വീതിയും നമുക്ക് കിട്ടി, നീളം കിട്ടി. ഹൈറ്റ് എത്രയാണ്? ഹൈറ്റ് അല്ലാതെ 3 തന്നെയാണ് അല്ലെ. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാലോ. 4 ഇൻറ്റു 3. അപ്പൊ എത്ര വരും? 4 ഇൻറ്റു 4 16 അല്ലെ. 16 ഇൻറ്റു 3 എത്രയാണ്? 16 ഇൻറ്റു 3 48, 48 ക്യൂബിക് സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ടോട്ടൽ വോളിയം, ആകെ വ്യാപ്തം എത്ര വരും? ഏതൊക്കെ കൂടി കൂട്ടണം? 192 പ്ലസ് വീണ്ടും ഒരു 192 പ്ലസ് 48. എത്ര കിട്ടും നോക്കിയേ. 8 2 10 2 12 അല്ലെ. 2 ബാക്കി 1 9 10 19 4 23 3 ബാക്കി 2 3 4 അല്ലെ. 422 ക്യൂബിക് സെന്റിമീറ്റർ അല്ലെങ്കിൽ ഘന സെന്റിമീറ്റർ. അപ്പൊ അത് ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഫിഗർ ഒന്ന് നോക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ഫിഗർ അല്ലെ. ഇവിടെ നോക്കിയേ, ഇതിന്റെ വോളിയം നമുക്ക് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? നാം നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാം അല്ലെ. ഒറ്റയടിക്ക് നമുക്കറിയാതെ കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യാ? നേരത്തെ ചെയ്ത പോലെ തന്നെ 2 3 പീസുകളാക്കി മാറ്റാം അല്ലെ. എന്നിട്ട് നമ്മൾ ഓരോന്നിന്റെയും കണ്ടുപിടിക്കാം. അപ്പൊ ഇവിടെ നമ്മൾ എങ്ങനെ പീസാക്കും? ഇവിടെ ഒരു മുകളിലൊരു ടീ ഷേപ്പാണ്. ഈ ഒരു പീസിന്റെ നീളം നമുക്ക് കിട്ടുമോ? ഇതിന്റെ നോക്കിയ വീതി നമുക്കറിയാം, ഹൈറ്റ് അറിയാം അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ മുതൽ ഇവിടം വരെയുള്ള നീളം 6, ഇവിടെ മുതൽ ഇവിടം വരെയുള്ള നീളം 6 അല്ലെ. പക്ഷെ നമുക്ക് ഈ അളവ് അറിയില്ല. ഈ അളവും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് ഒറ്റ നീളം അല്ലെ. ഇതിന്റെ മൊത്തം നീളം നമുക്ക് കിട്ടിയാണ്. അങ്ങനെയാണെങ്കിൽ നീളം കിട്ടി, വീതി കിട്ടി, ഉയരം കിട്ടി. അപ്പൊ ഈ പീസ് എത്രയാണ്? ഈ പീസ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് കേട്ടാ. ഇതിന്റെ വീതി 4 അല്ലെ. അപ്പൊ ഇത് 4 ആണെങ്കിൽ ഇതേ വീതി തന്നെയാണ് ഇവിടെ ഉള്ളത് അല്ലെ. അപ്പൊ ഇത്ര അളവ് എത്രയായിരിക്കും? നമ്മൾ ഇവിടെ വെച്ച് മുറിക്കുകയാണെങ്കിൽ ഈ കഷ്ണം ഇങ്ങനെ വെച്ച് മുറിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ നീളം, ഈ 4 ഇവിടെ ഒരു 4 ഉണ്ടാവും അല്ലെ. അപ്പൊ നമുക്ക് ഇതിന്റെ മൊത്തം നീളം കിട്ടി അല്ലെ. 6ഉം 6ഉം 12ഉം 4ഉം 16. ഇനി ഇതിന്റെ വീതി എത്രയാണ്? വീതി 4 അല്ലെ. ഹൈറ്റോ 3. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ വോളിയം കാണാം അല്ലെ. അപ്പൊ നമുക്ക് ഇതിന് ഒന്നാമത്തെ ബ്ലോക്ക്, ഒന്നാമത്തെ കട്ട അല്ലെ. അപ്പൊ അതിന്റെ നമ്മൾ വോളിയം കാണുന്നു. വോളിയം ഓഫ് ബ്ലോക്ക് 1, ഒന്നാമത്തെ ബ്ലോക്കിന്റെ ഒന്നാമത്തെ കട്ടയുടെ വോളിയം, അതായത് വ്യാപ്തം എന്ത് വരും? നീളം എത്രയാണ്? 6 4 10 6 16 അല്ലെ. അപ്പൊ 16 ഇൻറ്റു ഇതിന്റെ വീതി എത്രയാണ്? 4 അല്ലെ. 4 ഇൻറ്റു ഹൈറ്റ് 3. അപ്പൊ 16 ഇൻറ്റു 4 ഇൻറ്റു 3.
അപ്പോൾ വേഗം ഒന്ന് ഗുണിച്ച് നോക്കാം. 16 × 4 എത്ര കിട്ടും? 24 4 ബാക്കി 2 4ഉം 2ഉം 6 64 അല്ലേ. 64 3 കൊണ്ട് ഗുണിക്കുക. × 3 3 × 4 12 1 18 1 19 നമുക്ക് എത്ര കിട്ടി? 192. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടി 192 ക്യൂബിക് സെന്റിമീറ്റർ. അപ്പോൾ നമ്മൾ ഇത്രയും ഭാഗം കഴിഞ്ഞു അല്ലേ. ഇനി നമുക്ക് ഈ ഒരു കഷ്ണം ഉണ്ട് അല്ലേ, ഈ ഒരു കഷ്ണം ഇതിന്റെ നീളം നോക്കിയാൽ ഇവിടെ നിന്ന് ഇവിടം വരെ 11, ഇതിന്റെ വീതി 4, ഇതിന്റെ ഹൈറ്റ് 3 അല്ലേ. അപ്പോൾ നമുക്ക് ഇതിന് രണ്ടാമത്തെ ബ്ലോക്ക്, രണ്ടാമത്തെ കഷ്ണമാക്കി നമ്മൾ മാറ്റി. അപ്പോൾ നമുക്കതുപോലെ കാണാം വോളിയം ഓഫ് ബ്ലോക്ക് 2, ഈ കഷ്ണത്തിന്റെ അല്ലേ, ഇതിന്റെ ഈ കട്ടയുടെ വോളിയം ഈക്വൽ ടു നീളം 11, വീതി 4, ഹൈറ്റ് 3. അപ്പം എത്ര വരും നോക്കിയാൽ 11 × 4 44 അല്ലേ. 44 × 3 13. എത്ര കിട്ടി? 132. ഇത് നമുക്ക് കിട്ടി 132 ക്യൂബിക് സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ മൊത്തം അല്ലേ, ടോട്ടൽ വോളിയം. അപ്പൊ ടോട്ടൽ വോളിയം എത്ര വരും? ആകെ വ്യാപ്തം രണ്ടും കൂടി കൂട്ടിയാൽ മതി അല്ലേ. രണ്ടിന്റെ വോളിയം തമ്മിൽ കൂടി കൂട്ടാം. 192 + 132 എത്ര കിട്ടും? 4 2 3 324 ക്യൂബിക് സെന്റിമീറ്റർ, ഘന സെന്റിമീറ്റർ ആണ് ഇതിന്റെ മൊത്തം വോളിയം. അപ്പോൾ നമുക്ക് ഇതേ ആകൃതിയിലുള്ള രൂപങ്ങൾ തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് വോളിയം കണ്ടുപിടിക്കുക മനസ്സിലായി അല്ലേ. നമുക്കറിയാവുന്ന രീതിയിൽ എന്ത് ചെയ്യാം, ഓരോ കഷ്ണങ്ങളാക്കുക, അതിൻ്റെ ഓരോന്നിൻ്റെയും വോളിയങ്ങൾ കണ്ടുപിടിക്കുക, അത് തമ്മിൽ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മൊത്തം വോളിയം കിട്ടി. മനസ്സിലായല്ലോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമുക്കിതിൽ ബാക്കിയുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.